ഷോർട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ PP ദിവ്യ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി. ജാമ്യ വ്യവസ്ഥ പ്രകാരമാണ് ദിവ്യ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഹാജരായത്. നേരത്തെയും കോടതി ഉപാധികളോടെയാണ് PP ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, PP ദിവ്യ ജാമ്യം ലഭിച്ച ശേഷം അവർ പാർട്ടി തന്നെ പിന്തുണച്ചില്ല എന്നൊക്കെ രീതിയിൽ വലിയ അമർഷം, നീരസമൊക്കെ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അത് പിന്നീട് അവർ സമൂഹ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിൽ ഇതൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇന്ന് ഈ കണ്ണൂർ സ്റ്റേഷനിൽ, ടൗൺ സ്റ്റേഷനിൽ ഹാജരായപ്പോൾ PP ദിവ്യ തനിച്ചായിരുന്നോ? പാർട്ടി പ്രവർത്തകരോ നേതാക്കന്മാരോ ആരെങ്കിലും ദിവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നോ? ടോമ, അവർ തനിച്ചാണ് വന്നത്. മറ്റു ചില പ്രവർത്തകരുണ്ടെങ്കിലും വലിയൊരു പിന്തുണയൊന്നും നൽകി അത്തരമൊരു രീതിയിലല്ല സ്റ്റേഷനിലേക്ക് വന്നത്. കാരണം ഈ ജാമ്യ നടപടികൾ പൂർത്തിയാക്കുക എന്ന ഒറ്റ കാര്യവുമായാണ് അവർ എത്തിയത്. വരികയും ഈ പോലീസ് സ്റ്റേഷനിലെത്തി നടപടികൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ വന്ന് ഹാജരായ ശേഷം അവർ മടങ്ങുകയും ചെയ്തു. എന്നാൽ മാധ്യമപ്രവർത്തകർ അവരോട് ആവർത്തിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുങ്ങിയെങ്കിലും ഒറ്റ കാര്യങ്ങൾക്കും അവർ മറുപടി നൽകിയില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ച് അവർ മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും ജയിൽ മോചിതയായ ശേഷം അവർക്ക് കടുത്ത അതൃപ്തിയാണ് പാർട്ടിയുടെ നടപടിയിൽ ഉണ്ടായിരുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതേക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. 3 ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാവണം എന്നാണ്. മറ്റൊന്ന്, ജില്ല വിട്ട് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഒരുപക്ഷെ ഇത്തരം നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം മാധ്യമങ്ങളിലൂടെ ഈ കേസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാനോ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനോ PP ദിവ്യ തയ്യാറാകാത്തത്. കാരണം മാധ്യമങ്ങളിലൂടെ തന്നെ ന്യായീകരിച്ച് നടത്തുന്ന പ്രസ്താവനകൾ ഒരുപക്ഷെ മറ്റുള്ളവരെ സ്വാധീനിക്കാനാണ് എന്ന രീതിയിൽ ഈ ഭാഗം, പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ കുടുംബവും മറ്റുമൊക്കെ ഇനി മറ്റു കോടതികളിലേക്ക് പോകുമ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അത് ഈ സാക്ഷികളെ സ്വാധീനിക്കില്ലെന്ന് കരുതി ജാമ്യം റദ്ദാവുന്നതിന് ഒരു സാധ്യതയുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ ഈ ദിവ്യയോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആവാം അവരുടെ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ പരിമിതപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ, അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാര്യമായ ഒരു സ്വീകരണം പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കാര്യമായ പാർട്ടി നേതാക്കൾ ആരും ജയിലിൽ എത്തി അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായില്ല. പ്രാദേശിക തലത്തിൽ 1-2 പ്രവർത്തകർ മാത്രമാണ് അവരോടൊപ്പം ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് വീട്ടിലെത്തിയപ്പോഴും വലിയ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ അവിടേക്ക് വരുന്ന ഒരു സാഹചര്യവും വന്നില്ല. ഇതേ തുടർന്നാണ് കടുത്ത അതൃപ്തി അവർ മറന്നേക്കി പുറത്തു കൊണ്ടുവരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഫോണിൽ ബന്ധപ്പെട്ട പലരോടും ഇത്തരത്തിലെ ഈ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വേർതിരിവിനെ കുറിച്ച്, കാരണം മറ്റ് പല നേതാക്കൾക്കും MV ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യ അടക്കമുള്ളവർക്ക് ഇത്തരം സമാന രീതിയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേസുകൾ വന്നപ്പോൾ ഒരു പരിരക്ഷ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ തനിക്ക് ഗോഡ് ഫാദർമാരില്ലാത്തതിനാൽ അത്തരമൊരു പരിരക്ഷ ലഭിച്ചിട്ട് ഇല്ല എന്നാണ് അവർ നമ്മുടെ പ്രതിനിധി ആയ അപർണയോട് പറയുകയും ചെയ്തത്. പിന്നീട് പാർട്ടിയുടെ ഒരു സമ്മർദ്ദപ്രകാരം തന്നെ അവർ ആ പ്രസ്താവന മാറ്റി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി വേദികളിൽ അറിയിക്കുമെന്ന് പറയുകയും ചെയ്ത്, ഒപ്പം പാർട്ടി കൺട്രോൾ കമ്മീഷൻ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. അവർ അധികം വൈകാതെ പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം ഈ ജാമ്യം റദ്ദാക്കിയതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിലൊരു തീരുമാനമാകും മുറയ്ക്കായിരിക്കും അടുത്ത നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും ഈ അതാണ് അനീഷ്, ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഈ ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉൾപ്പെടെ വലിയ വീഴ്ച ഉണ്ടായെന്ന ആക്ഷേപമുണ്ട്. അവർ ഈ PP ദിവ്യയ്ക്ക് ജാമ്യം നൽകിയ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന്, മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്? അത്തരം നിലപാടുകളിലേക്ക് ഉടനെ കടക്കും. അത് സംബന്ധിച്ച വിദഗ്ധമായ നിയമോപദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അധികം വൈകാതെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. കാരണം ഇത് ജാമ്യം ലഭിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു കേസാണ് എന്ന ഒരു വിലയിരുത്തലുണ്ട്. നേരത്തെ മുൻപ് ഇത്തരം ആത്മഹത്യാ പ്രേരണ കുറ്റങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 10 ദിവസത്തോളം PP ദിവ്യ ഈ ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇതിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ജയിലിൽ കഴിയാൻ സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബം പരിശോധിച്ചു വരികയാണ്. നേരത്തെ തന്നെ ഈ അന്വേഷണത്തിനെതിരായ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിനെതിരായ ഒരു നിലപാട്
അവരുടെ ബന്ധുക്കളടക്കം പങ്കുവച്ചിരുന്നു. കാരണം ഒരു മജിസ്റ്റീരിയൽ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ അനിവാര്യമുള്ളത്. പോലീസ് അന്വേഷിച്ചാൽ ഇതിൽ സത്യം പുറത്തു വരുന്നില്ല എന്ന രീതിയിലൊക്കെ ബന്ധുക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഇനി നീങ്ങുമോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് മൊഴിയടക്കുന്ന അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്തില്ല എന്ന വിമർശനമാണ് വരുന്നത്. പക്ഷേ കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ പി ദിവ്യയുടെ ജാമ്യ ഹർജിയെ എതിർത്തിരുന്നു. പക്ഷേ ഈ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും എതിർപ്പിന് അപ്പുറം ഈ ജാമ്യം ലഭിക്കാൻ പര്യാപ്തമായ ചില കാരണങ്ങളുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണ്, അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വീട്ടിലുണ്ട്, ഒരു കുടുംബ നാഥയാണ്, അവർ ഒരുപാട് ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി ഉണ്ടാകുന്ന സാഹചര്യം. ഒപ്പം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രധാന വ്യക്തികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കളക്ടറെ, മറ്റു ഉദ്യോഗസ്ഥരെ, അതുമായി അടുത്ത ആളുകൾ, അവരുടെയൊക്കെ ഈ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും അവരെ കസ്റ്റഡിയിൽ വേണ്ട ആവശ്യമോ അല്ലെങ്കിൽ തുടർച്ചയായി ചോദ്യം ചെയ്യേണ്ട ആവശ്യമോ ഇല്ല എന്നൊരു വിലയിരുത്തലൊക്കെയാണ് കോടതി നടത്തിയത്. ഒപ്പം സമാന്തരമായി തന്നെ പോലീസ് അന്വേഷണത്തിൽ ഈ TV പ്രശാന്ത് കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ പ്രധാന കേസിനോട് ചേർത്തൊരു അന്വേഷണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ CPM ഇതിനകം തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്നൊരു ആവശ്യം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. കാരണം ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നും ഇല്ലെന്നുമൊക്കെയുള്ള രണ്ട് തരത്തിലുള്ള വാദമുഖങ്ങൾ രണ്ട് പക്ഷത്തായി ആളുകൾ പറയുന്നു. അപ്പോൾ അതിന്റെ നിജസ്ഥിതി പുറത്തു വരേണ്ടത് എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ്. ഒപ്പം ദിവ്യയോടൊപ്പമോ അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമോ എന്ന് അല്ലെങ്കിൽ അവരെ തള്ളുകയോ കൊള്ളുകയോ പാർട്ടി ചെയ്യുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ദിവ്യ ഈ നിലപാടുകൾ കടുപ്പിച്ച സാഹചര്യത്തിലാണ് നിലപാടിൽ ഒരു അല്പം അയവ് പാർട്ടി വരുത്തിയതെന്ന് ശ്രദ്ധേയമാണ്. ഇനി വരും ദിനങ്ങളിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുൻ വെളിച്ചത്തിലാണ് ഇത്തരം കർശനമായ നടപടികളിലേക്ക് CPM നീങ്ങിയതെന്ന വിമർശനം നേരത്തെ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതും കേസെടുത്തതും പിന്നീട് അറസ്റ്റ് ചെയ്ത് റിമാൻഡാക്കിയതും അതിനുശേഷം പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന വിമർശനം ഉയർന്നിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കേസിൽ വെള്ളം ചേർക്കുമോ എന്നത് തന്നെയാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത്. ടോം, അത് തന്നെയാണ് അറിയേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേസിന്റെ ഗതി എന്താകും? നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുമോ? പോലീസ് ഈ വിഷയത്തിൽ വളരെ നിഷ്പക്ഷമായി അന്വേഷണം നടത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. IAS തലപ്പത്തെ വിവാദങ്ങളിൽ നടപടിക്ക് സർക്കാർ. ആ വാർത്ത പരിശോധിക്കാൻ വേണ്ടി